all, this is Tansiha. Welcome to DI Solutions. ഞങ്ങൾ Zoho Booksന്റെ authorized partners ആണ്. And we can help business implement in Zoho Books and streamline their accounting process. നിങ്ങളൊരു എക്സ്പെർട്ട് ഗൈഡൻസ് അല്ലെങ്കിൽ Zoho end-to-end ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരാളെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് us. സോ ഇന്നത്തെ നമ്മളെ സീരീസിലേക്ക് സോഹോ ബുക്സിൻ്റെ സീരീസിലേക്ക് നമുക്ക് കടക്കാം. ടുഡേ വി വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ ഹൗ ടു മെർജ് കസ്റ്റമേഴ്സ്. ചില കേസുകളിൽ ഇപ്പം കസ്റ്റമേഴ്സിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ മാനുവലി ആഡ് ചെയ്യുന്ന ടൈമിൽ മേ ബി നെയിംസ് കാരണം അല്ലെങ്കിൽ അതിലെ ഇമെയിൽസ് അഡ്രസ്സ് കാരണം സെയിം കസ്റ്റമറിനെ മൾട്ടിപ്പിൾ ടൈംസ് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഈ കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് നമുക്ക് ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്ന ഏരിയ ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻറ്റ് നെയിംസിലുള്ള അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് കസ്റ്റമർ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് സെയിം കസ്റ്റമർ ആവും, ബൈ മിസ്റ്റേക്ക് രണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാവും. അങ്ങനത്തെ കേസിൽ ഈ രണ്ട് കസ്റ്റമേഴ്സിനെയും ആഡ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ അക്കൗണ്ട് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് മേർജിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സോഹോ ബുക്സിൽ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ലെഫ്റ്റ് സൈഡ് ബാറിൽ സെയിൽസ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ കസ്റ്റമേഴ്സിനായിട്ട് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC കമ്പനി എന്ന് പറഞ്ഞിട്ട് റിസീവബിളിൽ ഒരു 25,000 ഉണ്ട്. ആൻഡ് ABC LLC പറഞ്ഞിട്ട് 11,500 ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ മേർജ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഈ ABC LLCനെ ABC പ്രൈവറ്റ് കമ്പനിയിലേക്ക് കമ്പൈൻ ചെയ്യണം. ഇവിടെ റിസീവബിൾ 11,500 ആണെങ്കിൽ ABCയിലുള്ളത് 25,000 ആണ്. അപ്പം അതെങ്ങനെ മേർജ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. മോർ എന്നുള്ള ഓപ്ഷനിൽ പോവാം. മേർജ് കസ്റ്റമർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏത് കസ്റ്റമറിനെയാണോ കണക്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഏതിനാണോ എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ച് ബാക്കോട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന പ്രോസസ്സിനെ തിരിച്ച് അൺമേർജ് ചെയ്യാൻ പറ്റാത്തത് കാരണം അവർ ഡബിൾ അഷുറൻസിന് വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ മെസ്സേജും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കസ്റ്റമേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സിംഗിൾ അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ സോഹോ ബുക്സിൽ ഇങ്ങനെയാണ് മേർജ് ആവുക. അപ്പോൾ നമ്മൾ മുന്നെടുത്ത ആ ഒരു കസ്റ്റമർ ഇന്നാക്റ്റീവ് ആക്കിക്കൊണ്ട് അതിലെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ആയി. അപ്പം ബാലൻസ് 36,500 ആയി. അപ്പം ഇങ്ങനെയാണ് മേർജിങ് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. Hope you guys all enjoyed the video. Thank you and see you in the next video.